ഈ ലോകത്ത് എല്ലാവരും പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. എന്നാൽ പലരും അതിൽ പരാജയപ്പെടുന്നു. എല്ലാവരും പണിയെടുക്കുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ ലോകത്ത് വെറും 20% ആളുകൾ മാത്രമാണ് ധനികരായിട്ടുള്ളത്. ഒരാളും ഇവിടെ മോശക്കാരല്ല, ഒരാളും ഇവിടെ കഴിവുകൾ ഇല്ലാത്തവരുമല്ല, ആരും ഇവിടെ തെറ്റുകാരുമല്ല. ജയിക്കാനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികളാണ് ഇവിടെ തെറ്റിപ്പോകുന്നത്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രം ഈ ലോകത്ത് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. അതിനായി നിങ്ങൾ ശരിയായ വിധത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയാമോ? നിങ്ങളുടെയൊക്കെ കൈവശം ഒരു കാര്യം ചെയ്യാതിരിക്കാനായി 1000 കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഒന്നുകിൽ നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളും കണ്ടുപിടിച്ച് നടന്നുകൊള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കണ്ടെത്തിക്കൊള്ളൂ. ഒരു കാര്യം ചെയ്യാതിരിക്കാനായി നിങ്ങൾക്ക് 1000 കാരണങ്ങളെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ആ കാര്യം ചെയ്യാനായും നിങ്ങൾക്ക് 1000 കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്ക് അതിന് മനസ്സുണ്ടാവണം എന്ന് മാത്രം. എന്തെങ്കിലും തുടങ്ങാനായി നല്ല സമയത്തെ നോക്കിയിരിക്കുന്നവർ അങ്ങനെ ജീവിതകാലം മുഴുവൻ ഇരിക്കുക മാത്രമേയുള്ളൂ. ഈ ലോകത്ത് ഒരാളും പെർഫെക്റ്റ് അല്ല, ഒരു പ്ലാനും പെർഫെക്റ്റ് അല്ല. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ വഴികളും ശരിയായി കൊള്ളണമെന്നുമില്ല. എങ്കിലും തെറ്റുകളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. എന്തെങ്കിലും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ മാത്രമേ തെറ്റുകൾ പറ്റുകയുള്ളൂ. മറ്റുള്ളവരുടെ ജീവിതം വെറുതെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് കൊട്ടിഘോഷിച്ചു തീരും. നിങ്ങളെ ഈ ലോകം കോമാളി എന്ന് വിളിച്ചാലും നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ അവർ കോമാളികളായി മാറിക്കോളും. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കണ്ടുപിടിക്കുക, അത് നേടിയെടുക്കാനായി പ്രയത്നിക്കുക. ഈ ലോകം നിങ്ങളെ മാറ്റുന്നതിന് മുൻപ് സ്വയം മാറാൻ തയ്യാറാവുക. പണം സമ്പാദിക്കുക എന്നതല്ല, ആ പണത്തെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ 10 പേരിൽ തുല്യമായ കുറച്ച് പണത്തെ വീതിച്ചു നൽകി നോക്കിയേ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അതിൽ പകുതി പേർ ആ പണത്തെ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടാകും. കുറച്ചു പേരാകട്ടെ ആ പണം ഉപയോഗിച്ച് ധനികരായി മാറിയിട്ടുമുണ്ടാകും. മനുഷ്യർ പണം കൊണ്ടല്ല, ആ പണം ഉപയോഗിക്കുന്ന രീതി മൂലമാണ് ധനികനും ദരിദ്രനുമായി തീരുന്നത്. നിങ്ങൾ ഒരു മടിയന് $100 കോടി നൽകിയിട്ടും ഒരു കാര്യവുമില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം അയാൾ അതെല്ലാം നശിപ്പിച്ച് പാപ്പരായിട്ടുണ്ടാകും. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്ത ഒരുത്തനിൽ നിന്ന് നിങ്ങൾ അയാളുടെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്തു നോക്കിയേ. കുറച്ച് വർഷങ്ങൾക്കപ്പുറം നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയിലധികം അയാൾ നേടിയെടുത്തിട്ടുണ്ടാകും. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, വിജയിക്കാൻ പോക്കറ്റിൽ പണമല്ല, എവിടെയും തോൽക്കാത്ത ഒരു മനസ്സാണ് ആവശ്യം.